ഖബല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടും മുമ്പ് സ്വയം വിചാരണ നടത്തിക്കോ. ഹാസിബു ഖബല അൻ തുഹാസബു, എന്നാൽ ജയിക്കാം, പരലോകം സലാമത്താകാം. അതുകൊണ്ട് ശരിക്ക് ശിക്ഷയുടെ കടുപ്പം ബോധ്യപ്പെട്ട് തിരുത്താൻ തയ്യാറാവണം. നാളെ നമ്മൾ കുടുങ്ങാൻ പോകുകയാണ്, ശരിക്ക് കുടുങ്ങാൻ പോകുകയാണ്. നോക്ക് നിങ്ങൾ, ഈ അവയവ പ്രക്ഷേപണത്തിന്റെ കടുപ്പ് എത്രയാ. ഈ പോസ്റ്റിൽ വെച്ചിട്ട് അല്ലാഹു തആല ഈ സാധുവായ എന്റെ അവയവങ്ങൾക്ക് സംസാരശേഷി അങ്ങ് കൊടുത്ത് പറയടാ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഈ മൈക്കിന് മുമ്പിൽ ഈ തലപ്പാവ് ധരിച്ച് ഈ താടി വെച്ച് എനിക്ക് നിൽക്കാൻ കഴിയൂല കൂട്ടുകാരെ. കാരണം എന്റെ ജീവിതത്തിൽ വന്നുപോയ അരുതായ്മകൾ എനിക്കല്ലേ അറിയൂ. നിങ്ങളെ മുമ്പിൽ പലപ്പോഴും എനിക്ക് മാന്യനായി നിൽക്കാൻ കഴിയില്ല, മൈക്ക് ഓഫ് ചെയ്തോടേണ്ടി വരില്ല ഞാൻ. എന്നാൽ നിങ്ങളെ മുമ്പിൽ ഇത് പറയുന്നതിലും വായിക്കപ്പെടുന്നതിലും എനിക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ലല്ലോ നാളെ പരലോകത്തുണ്ടാകുക. എൻ്റെ വാപ്പയുണ്ടാകുമല്ലോ, എൻ്റെ ഉമ്മയുണ്ടാകുമല്ലോ, എൻ്റെ ഉസ്താദുമാരുണ്ടാകും, എന്നെപ്പറ്റി നല്ലത് വിചാരിച്ച 1000 ജനങ്ങളുണ്ടാകും. അവരുടെയൊക്കെ മുമ്പിലിട്ട് റബ്ബേ ഞങ്ങളെ നീ മാനം കെടുക്കരുത് റഹ്മാനേ, ഞങ്ങളെ നീ മാനം കെടുക്കരുത് റഹ്മാനേ. എന്തരുതായ്മകൾ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഈ സദസ്സിന്റെ മഹ്ദു ഫദ്ല് കൊണ്ട് പഠിച്ചവനെ, ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നിന്റെ സൂറത്തുൽ വാഖിയ ഞങ്ങൾ വിശദീകരിച്ചു, അത് കേട്ടു. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ടു തരണം റഹ്മാനെ. ഇനി ജീവിതത്തിൽ തഖ്വയുടെ ഉളുപ്പ് പാലിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സംഗതി കടുപ്പുള്ളതാ. ശരിക്ക് ബോധ്യപ്പെടുത്തലിന്റെ ചിത്രമാണ്. ബോധ്യപ്പെട്ടു, ശരിക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടിട്ടേ അല്ലാഹു തആല കടത്തുന്നുള്ളൂ. ശരിക്കങ്ങോട്ട് ബോധ്യപ്പെടുത്തി തരും. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക. അള്ളാഹു പറഞ്ഞു, ഇവരിതിനു മുമ്പ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു, ഇതാണ് ഇവരുടെ പ്രശ്നം. വകാനൂ ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. അവർ മഹാപാപത്തിന്റെ മേൽ നിത്യമാകുന്നവരായിരുന്നു, സ്ഥിരമായി മഹാപാപങ്ങൾ ചെയ്യുന്നവരായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. ഹിൻസ് എന്ന് പറഞ്ഞാൽ സത്യം ലംഘിക്കലാണ്. സത്യം ലംഘിക്കലാണ്. ആദ്യൊരു സത്യം ചെയ്തിട്ട് അത് ലംഘിക്കാം. അള്ളാഹുവായിട്ടൊരു ഉടമ്പടി, അത് ലംഘിക്കാം. ഈമാൻ അള്ളാഹുവായിട്ടുള്ള ഉടമ്പടിയാണ്, അത് ലംഘിക്കുമ്പോൾ ശിർക്കായി. ഞാൻ നല്ല നിലക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കഴിച്ചോളാ എന്ന് ആലമുൽ അർവാഹിലെ വാക്തത്വമാണ്, അത് ലംഘിക്കുമ്പോൾ അത് ദംഭായി, പാപമായി. അതുകൊണ്ടാണ് മഹാന്മാർ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം എന്നതിന് അയദ്ദംബിൽ അദീം ഔ അല ശിർക്ക് രണ്ടർത്ഥം കൊടുത്തത് കാണാം. മുശ്രിക്കീങ്ങളും പെടും, തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങളും പെടും. മഹാപാപം ചെയ്ത് തുടർന്നു പോകുന്ന, മഹാപാപത്തിൽ തുടരുന്ന നമ്മളെ പോലെയുള്ള പാപികളായ മുഅ്മിനീങ്ങൾ, ശിർക്ക് വെച്ച് പുലർത്തുന്ന പക്കാ മുശ്രിക്കുകൾ എല്ലാവരും പെടും. ഓരോരുത്തർക്കും അവർക്കനുസരിച്ച് നൽകും. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. സത്യം ചെയ്തുറപ്പിച്ച ആ കരാറുകളെ പൊട്ടിച്ചു കളയലാണ് ഹിൻസ്. അതുകൊണ്ട് അള്ളാഹുവിന് അടച്ചു തീർക്കേണ്ട തീരുവകൾ അവർ അടച്ചു തീർത്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ നരകത്തിൽ കിടക്കേണ്ടി വന്നത്. അള്ളാഹ് പറയുന്നു, ഈ തീക്കാറ്റും ഈ ചുടുവെള്ളവും അതുപോലെ തന്നെ ഫീ സമൂമിൻ വഹമീമിൻ വളില്ലിൻ മിൻ ഹമൂം, ഈ തണലും കൊള്ളേണ്ടി വന്നത് അതുകൊണ്ടാ, ഈ പുകത്തണൽ. ഇനി അള്ളാഹ് പറയുന്നു, കുറേ വിഷയങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ട് വേഗം അങ്ങ് പറയാം. വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. ഇനി എന്താ അവർ നരകത്തിൽ കിടക്കാനുള്ള കാരണം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കൊക്കെ ഉള്ള കുഴപ്പമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. വകാനൂ യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു, മക്കാ മുശ്രിക്കുകൾ പറയുന്നവരായിരുന്നു. നമ്മളും വിശ്വാസം വേണ്ടത്ര ഇല്ലാത്തവർ പറയുന്നു. എന്ത്? ഇദാ മിത്നാ, നമ്മൾ മരിച്ചിട്ടോ, വകുന്നാ തുറാബൻ വഇളാമ, നമ്മൾ മണ്ണും എല്ലും ഒക്കെ ആയിപ്പോയിട്ടോ, അഇന്നാ ലമബ്ഊസൂൻ, രണ്ടാമത് നമ്മളെ പുനരുദ്ധരിപ്പിക്കപ്പെടുകയാൻ. അത് നടക്കൂലട്ടോ. അതൊരു മഹാസംഭവമായിട്ട് കാണുക. അതൊക്കെ എങ്ങനെയാ പരിപാടി? രണ്ടാമത് ജീവിക്കൽ ഇൻഷാ അല്ലാഹ്. അതിനൊക്കെ തെളിവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയാൻ പോവാണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ശേഷം വരുന്നുണ്ട് നന്ദി കെട്ട ജനത, റബ്ബിനോട് നന്ദി കെട്ട ജനത എന്ന വിഷയത്തിന് ഇൻഷാ അല്ലാഹ് ഞാൻ അവതരിപ്പിക്കും. അപ്പൊ പറയാം. അപ്പൊ പുനരുത്ഥാനത്തെ നിഷേധിക്കലാണ് ഏറ്റവും വലിയ അബദ്ധം. പുനരുത്ഥാനം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശരിക്ക് തലയിലാണ് തട്ടിനെങ്കിൽ പിന്നെ തെറ്റ് ചെയ്യൂലല്ലോ. തെറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? വേണ്ടതുപോലെ ഈമാനായിട്ടില്ല എന്നാ.
എന്ന് പറഞ്ഞാൽ എല്ലും മണ്ണുമായ പിന്നെ എഴുന്നേൽക്കൂലാന്നോ, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നവർക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടൊന്നുമല്ല. അവരാ നിഷേധത്തെ പരമാവധി കടുപ്പം കൂട്ടുകയാണ്. അവർ വളരെ വിദൂരമായി കാണാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ തുടർന്ന് ചോദിച്ചത്, അവ ആബാവുനല്ലവലൂൻ, അല്ല ഒരു സെല്ല് പോലും ബാക്കിയില്ലാത്ത, മുഴുവനും മണ്ണായി പോയ, മറ്റു സംഗതികളായി രൂപാന്തരപ്പെട്ട, മരങ്ങളും വൃക്ഷങ്ങളും പഴങ്ങളുമൊക്കെയായി രൂപപ്പെട്ട നമ്മുടെ വാപ്പാപ്പന്മാർ, നമ്മുടെ അപ്പൂപ്പന്മാർ, അവരും രണ്ടാമത് എഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അവാബാവുനല്ലവലൂൻ, ഞങ്ങളെ മുൻഗാമികളായ പിതാക്കന്മാരും ഇനിയും വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവരൊക്കെ ഇന്നിപ്പോ എവിടെയാ? ആകെ തീർന്നില്ലേ? അവരും വരുമെന്നാണോ പറഞ്ഞത്? ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ. അവർക്കെന്തേ സംശയം? എല്ലായിട്ട് എഴുന്നേൽക്കോ, മണ്ണായിട്ട് എഴുന്നേൽക്കോ, അപ്പൂപ്പന്മാരുണ്ടാകോ? നബിയെ നിങ്ങൾ പറഞ്ഞേക്ക്, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, തീർച്ചയായിട്ടും ആദ്യത്തവരും അവസാനത്തവരും, ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങളും, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഒരു ഫിക്സ്ഡ് ദിവസം, അവിടെ ഒരു ഫിക്സ്ഡ് സമയമുണ്ട്. ആ സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാകും. എഴുന്നേൽക്കാത്ത ഒരൊറ്റ കുട്ടിയും അന്നുണ്ടാവില്ല. അന്ന് എഴുന്നേൽക്കാത്ത ഒരൊറ്റ സാധു ഉണ്ടാകൂല എന്ന്. മീഖാത്ത്, നിശ്ചിത സമയം. മീഖാത്ത്, ഹജ്ജിന്റെ മീഖാത്ത് കേട്ടിട്ടില്ലേ? മീഖാത്ത് സമാനിയും മക്കാനിയും ഒക്കെ. നിശ്ചിത സ്ഥലം, നിശ്ചിത സമയം, ഇതിനാ മീഖാത്ത് എന്ന് പറയാം. മീഖാത്തി മഅലൂം ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന നാള് അള്ളാഹുവിന്റെ കണക്കിൽ അറിയപ്പെട്ട ഒരു ഫിക്സഡ് ഡേറ്റാ. അതെന്നാണോ അന്ന് എല്ലാവരും അവിടെ എണീക്കും. ഒരു ഫിക്സഡ് നാള്, ഫിക്സഡ് സമയം, കൃത്യ സമയം, അന്ന് എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേൽക്കും. ഒരു നിശ്ചിത ദിവസം, ഒരു കൃത്യസമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അന്ന് എഴുന്നേൽക്കാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് തട്ടിക്കൊട്ടി എഴുന്നേറ്റിട്ട് അവിടെ എല്ലാവരും മേലോട്ട് നോക്കാൻ തുടങ്ങും. വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറന്റെ ഗാഹത്തിലാണ്, ഊതുമ്പോഴാണത്. ഫൈദാഹും മിനൽ അജ്ദാസ്, ഉടനെ തന്നെ, ഒരു നിമിഷം പോലും പിന്തുന്നില്ല. ഫൈദാഹും, ഉടനെ തന്നെ അവരെല്ലാവരും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരവരുടെ മണ്ണറകളിൽ നിന്ന് എഴുന്നേറ്റ്, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ രക്ഷിതാവിനെ ലക്ഷ്യം വിട്ട് കൂലം കുത്തി ഒഴുകുകയാണ്. ഉണ്ടോ? എൻസിലൂൻ എന്ന പ്രയോഗത്തിലൊക്കെ റബ്ബിലേക്കുള്ള ഒഴുക്കിന്റെ കടുപ്പം ശരിക്കും ഇങ്ങനെ വരുന്നുണ്ട്. എൻസിലൂൻ, കുത്തി ഒഴുകുക റബ്ബിലേക്ക്. ഒരു ഒഴുക്കാണ്. അവിടെ എഴുന്നേറ്റാ പിന്നെ ആരും ചിന്തിച്ചിരിക്കണില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കലാനാഥൻ സാറ് ചിന്തിച്ചിരിക്കൂല. ഖുർആനിനെ വിമർശിക്കാനും കുതിര കയറാനും സമയം കണ്ട ഇടമറുത് ചിന്തിച്ചു നിൽക്കൂല. ആനന്ദ് സാറ് ചിന്തിച്ചു നിൽക്കൂല. ഒക്കെ എഴുന്നേറ്റാൽ നേരെ മണ്ണും പൊടിയൊക്കെ തട്ടിയിട്ട് റബ്ബിന്റെ അടുത്ത് ഓടുക. കാരണം എന്താ? ഇവരൊക്കെ നിഷേധിച്ചിരുന്നത് ഈ പ്രഥമഘട്ടത്തെ ആയിരുന്നു. ഇവർക്കൊക്കെ നടക്കൂല എന്ന് തോന്നിയിരുന്നത് ഈ പുനരുത്ഥാനായിരുന്നു. ഈ പുനരുത്ഥാനം നടന്നതോടുകൂടി ഇനി ഇവർക്ക് ഉറപ്പായി, ഇനി പരലോക ദുനിയാവെന്ന് കേട്ടതൊക്കെ നടക്കാനുള്ളതാണ്. അപ്പം ഞാൻ ആർക്കും സംശയമല്ല, ഇനി രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക, അതാണ്. പക്ഷെ തൽക്കാലം സലാമത്താകൂല. അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കി തരട്ടെ. പടച്ചോനെ, ഞങ്ങൾ നിന്റെ ഈ വചനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പടച്ചോനെ ഞങ്ങൾക്ക് നല്ല ഈമാനുണ്ട്, ഉറപ്പുണ്ട്, ഇതൊക്കെ വരും. പക്ഷേ പലപ്പോഴും മാനുഷികമായിട്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നീ ഞങ്ങളോട് പൊരുത്തപ്പെടണം റഹ്മാനെ, നീ പൊരുത്തപ്പെടണം റഹ്മാനെ. എല്ലാ പോരായ്മകളും നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഇനി നോക്ക് നിങ്ങൾ,